إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും നല്ലവരാണോ എന്ന് അറിയാൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് ചിന്തകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് മരണം വിധിക്കുകയാണെങ്കിൽ, നിശ്ചയിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് തയ്യാറാണോ എന്ന ചിന്ത അനിവാര്യമാണ്. അതല്ലെങ്കിൽ വീണ്ടും സമയം ചോദിക്കുന്നവരാകുമോ നമ്മൾ? അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ വിമലീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ ഇത്തരം ചിന്തകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാരണമാകും. അതേപോലെ അറിവിനോടും അറിവ് നേടുന്നതിനോടുമുള്ള നമ്മുടെ താല്പര്യം എത്ര കണ്ട് ഉണ്ട് എന്ന പരിശോധനയും നമ്മൾ നല്ലവരാണോ എന്നതിന് നമുക്കു തന്നെ പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ഓരോരുത്തരും നല്ലവരാണോ എന്ന് മനസ്സിലാക്കാനുള്ള
അടയാളങ്ങളിൽ ഒന്നാണ് എപ്പോഴെങ്കിലും നമ്മൾ ചെയ്തുപോയ തിന്മകളെ ഓർത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ചോർത്ത്, ബർസഖിനെ ഓർത്ത്, അതേപോലെ തന്നെ പരലോകത്തുള്ള ഹിസാബിനെ, മീസാനിനെ, നമ്മുടെ കൈകളിൽ നൽകപ്പെടുന്ന ഗ്രന്ഥങ്ങളെ ഓർത്ത്, സിറാത്ത് പാലത്തെ ഓർത്ത്, അത്തരം കാര്യങ്ങളെ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നമ്മളിൽ അനിവാര്യമാണ്. ജീവിതത്തിൽ നാം ചെയ്തുപോയ തെറ്റുകൾ, അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരുപാട് നന്മകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഖബർ ശിക്ഷയെ കുറിച്ചുള്ള ഭയം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഒറ്റക്ക് പോയി നിൽക്കേണ്ട ആ മഹ്ശറയിലെ ആ സന്ദർഭത്തെ പറ്റിയുള്ള ചിന്തകൾ, ഇതെല്ലാം സ്വർഗ നരകങ്ങളിലേക്ക് ആളുകൾ രണ്ടു ദിക്കുകളിലേക്ക് വിചാരണ കഴിഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ആ സന്ദർഭം, ഞാൻ എങ്ങോട്ട് മാറ്റി നിർത്തപ്പെടുമെന്ന ചിന്തകൾ, ഇത് നമ്മളെ ഉത്കണ്ഠയിലാക്കിയിട്ടുണ്ടോ, ബേജാറിലാക്കിയിട്ടുണ്ടോ, നമ്മുടെ കണ്ണു നനയിപ്പിച്ചിട്ടുണ്ടോ എന്ന ചിന്ത അനിവാര്യമാണ്. ജീവിതത്തിൽ ഇതെല്ലാം ഓർത്തു കരഞ്ഞവരാണോ നമ്മൾ എന്ന ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക എന്നത് അനിവാര്യമാണ്. കരയുക എന്ന ഒരു കാര്യം സഹോദരങ്ങളെ മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ പറയുന്നത് അൽ ബുക്കാഉ ഫിത്രത്തുൻ ബശരിയ്യ, കരയുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഫിത്രത്തിൽ അല്ലാഹു അവനെ സംവിധാനിച്ചു വെച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നജ്മിലെ 43-ാമത്തെ ആയത്തിൽ അവിടെ പറയുന്നത് വഅന്നഹു ഹുവ അദ്ഹക വ അബ്ക, അല്ലാഹു ആണ് നിങ്ങളെ കരയിപ്പിക്കുന്നതും നിങ്ങളെ ചിരിപ്പിക്കുന്നതും. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് ഐ ഖലാ അസ്ബാബൽ ദഹ്കി വൽ ബുകാ, ചിരിക്കാനും കരയാനുമുള്ള കാരണങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു ആകുന്നു എന്നതാണ്. നമുക്കറിയാം ചിരി വരാൻ ചില കാരണങ്ങളുണ്ട്, കരച്ചിൽ വരാൻ അതിന് കാരണങ്ങളുണ്ട്. ഈ രണ്ടു കാരണങ്ങൾ ഒത്തുവന്നാലാണ് മനുഷ്യൻ കരയുക, ചിരിക്കുക എന്ന പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നത് എന്നാണ്. നമുക്കറിയാം പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുവരെ കരയേണ്ട സന്ദർഭം വരുമ്പോൾ, സമയം വരുമ്പോൾ കരയാറുണ്ട്. ചിരിക്കേണ്ട സമയം വന്നാൽ ചിരിക്കാറുണ്ട്. ഒരുപക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ആയിരിക്കണമെന്നില്ല. മനുഷ്യന്റെ ഫിത്രത്തിൽ അല്ലാഹു സംവിധാനിച്ച ഈ കരയുക എന്ന ഈ പ്രകൃതത്തെ നമ്മൾ അറിവില്ലാത്ത കാലത്തിലും അതേപോലെ അറിവ് നേടിയതിനു ശേഷവും മനുഷ്യന്റെ കരച്ചിലുകൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ആ ബോധമുള്ളതിന് ശേഷം നമ്മുടെ കരച്ചിലിന്റെ പല കാരണങ്ങളുണ്ട്. ആ കരച്ചിൽ പല രൂപത്തിലുള്ള കരച്ചിലുകളുണ്ട്. പണ്ഡിതന്മാർ അവിടെ കരച്ചിലിന്റെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ എണ്ണുമ്പോൾ യസീദ് ബിൻ മൈസറ റഹിമഹുല്ല 7ഓളം കാരണങ്ങൾ അദ്ദേഹം എണ്ണുന്നത് കാണാം. അതേപോലെ തന്നെ നമുക്ക് വേറെയും ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ 10 കാരണങ്ങൾ, മനുഷ്യൻ കരയുന്ന, ദുനിയാവിൽ ഒരു മനുഷ്യൻ കരയുന്ന കരച്ചിലിന്റെ വ്യത്യസ്ത കാരണങ്ങൾ. അൽ ബുക്കാഉ മിനൽ ഫറഹ്, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ടവൻ കരയാം. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ അൽ ബുക്കാഉ മിനൽ ഹുസ്ൻ, ഒരാൾ സങ്കടം കൊണ്ട് കരയാം. അൽ ബുക്കാഉ മിനൽ ഫസഅ, ഒരാൾ പേടി കൊണ്ട് കരയാം. അതേപോലെ തന്നെ അവൻ സഹിക്കാനാവാത്ത വേദനകൾ കൊണ്ടൊരു മനുഷ്യൻ കരയാം. അതേപോലെ തന്നെ സന്തോഷം കൊണ്ട്, വേദന കൊണ്ട്, പേടി കൊണ്ട് മനുഷ്യൻ കരയാം. അതേപോലെ തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അങ്ങനെയും കരയാം. സൂറത്ത് യൂസുഫിലെ 16-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സഹോദരങ്ങളുടെ ഒരു കരച്ചിൽ പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞത് വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, അവർ സന്ധ്യാസമയത്ത് അവരുടെ പിതാവിന്റെ അടുക്കൽ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നത് കരഞ്ഞുകൊണ്ടായിരുന്നു എന്നാണ്. അത് മനസ്സിൽ തട്ടിയുള്ള കരച്ചിലല്ല, കാണിക്കാൻ വേണ്ടിയുള്ള കരച്ചിലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ കോടതികളിൽ ഹുക്കുമുകൾ പറയുന്നിടത്ത് ഒരാളുടെ കരച്ചിലിനെ മാനദണ്ഡമാക്കരുത്. മനുഷ്യന്റെ കരച്ചിലുകൾക്ക് വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന വിഷയം അല്ലാഹു മഹത്വപ്പെടുത്തിയ ഒരു കരച്ചിലുണ്ട്. അൽ ബുകാഉ മിൻ ഖശിയത്തില്ല, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള കരച്ചിൽ, റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടുള്ള, ആ പരലോകത്തെയും ഭയന്നുകൊണ്ടുള്ള ആ കരച്ചിലിനെയാണ് നമുക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ സന്ദർഭങ്ങളെ പറ്റി നമുക്ക് ഹദീസുകളിൽ കാണാം. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ പ്രവാചകനെ
ദീർഘമായി കരയിപ്പിച്ചത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലെ 2 ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പ് സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. പ്രവാചകൻ ദീർഘമായി പ്രവാചകന്റെ കരച്ചിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു കാണുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നിങ്ങളുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകരെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ബിലാൽ അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ? വമാലി ലാ അബ്ക വഖദ് നസല അലയ്യ അല്ലൈല, രാത്രിയിൽ എനിക്കിറങ്ങിയ ആയത്തുകൾ, എങ്ങനെയാണ് ആ ആയത്തുകൾ ആലോചിച്ച് ഞാൻ കരയാതിരിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. എന്താണ് ആ ആയത്തുകൾ? സൂറത്തു ആലി ഇംറാനിലെ 190, 191 ആയത്തുകൾ. പ്രവാചകൻ ആ ആയത്തുകൾ ഓതി കൊടുത്തു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും, ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങൾ ഏറെയാണ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض. അതെ, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവെ ഓർമ്മിക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഈ കാര്യങ്ങൾ കാണുമ്പോൾ അവര് പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, റബ്ബേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ബാത്തിലായി നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, എന്നെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ ആയത്തുകളാണ് പ്രവാചകനെ കരയിപ്പിച്ചത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുവരുന്ന കാലഘട്ടത്തിൽ അസ്ഥാനത്തുള്ള ചില കരച്ചിലുകൾ ഉണ്ടായിരുന്നു, ദുഃഖപ്രകടനങ്ങൾ. അവിടെ പ്രവാചകന്റെ ജാഹിലിയത്തിലെ ചില കരച്ചിലുകൾ, ചില മരണത്തിൽ ചില കൂലിക്കാരെ വെച്ചുകൊണ്ട് കരയാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ കരഞ്ഞാൽ ഈ മരിച്ച ആൾക്ക് ഗുണം ലഭിക്കുമെന്ന ചില അന്ധവിശ്വാസങ്ങൾ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകളെ ഓർത്ത്, അല്ലാഹുവിനെ ഓർത്ത് പ്രവാചകന്റെ കരച്ചിലുകൾ, അങ്ങനെ കരയാൻ പാടില്ല, എങ്ങനെ ജാഹിലിയത്തിന്റെ കരച്ചിൽ കരയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ അതേ പ്രവാചകൻ പല സന്ദർഭങ്ങളിലും കരഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മകൻ ഇബ്രാഹിം മരണപ്പെടുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ യാത്രക്കിടയിൽ പ്രവാചകന്റെ അടുക്കലേക്ക് വിവരമെത്തുകയാണ്, മകൻ ഇബ്രാഹിം അത് രോഗമധികമായി മരണത്തോട് മല്ലിടുകയാണ്. പ്രവാചകൻ യാത്ര മതിയാക്കി തന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ തന്റെ മകന്റെ അടുത്ത് വന്ന് പ്രവാചകൻ ആ വീട്ടിലേക്ക് പ്രവേശിച്ച് ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഇബ്രാഹിമിനെ തന്റെ കൈകളിലേക്ക് വെച്ച് പ്രവാചകൻ തന്റെ കയ്യിൽ നിന്ന് ആ കുട്ടി മരണപ്പെടുമ്പോ പ്രവാചകന്റെ കണ്ണുകൾ ധാരധാരയായി ഒഴുകുകയാണ്. പ്രവാചകന്റെ ആ കരച്ചില് കണ്ടപ്പോ സഹാബികൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ കരയുകയാണോ? നിങ്ങളല്ലേ കരയാൻ പാടില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്? റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൻ, ഈ കണ്ണുനീരു കാരണം അല്ലാഹു ഒരാളെയും ശിക്ഷിക്കുകയില്ല. അൽ ഐനു ബിഹുസ്നിൽ ഖൽബ്, അതേ, ഹൃദയത്തിന്റെ ദുഃഖഭാരം കൊണ്ട്, ഒരാൾ താങ്ങാനാവാത്ത ദുഃഖം കൊണ്ട് ഒരാൾ കരയുന്ന സ്വാഭാവികമായ കരച്ചിലാണ്. എന്നാൽ വലാകിൻ യുഅദ്ദിബു ബിഹാദാ വഅശാറ ഇലാ ലിസാനി, പ്രവാചകൻ നാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതുകൊണ്ട് ചില ആളുകൾ കരയുന്നു എന്ന് പറഞ്ഞാൽ ചില അട്ടഹാസങ്ങൾ, ചിലർ പറയുന്ന ചില വർത്തമാനങ്ങൾ, ഖദറിനെ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ചില വർത്തമാനങ്ങൾ, അങ്ങനെ കരയുന്ന കരച്ചിലുകളെയാണ് അള്ളാഹു വിരോധിച്ചത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വകാര്യ സന്ദർഭങ്ങളിൽ, നമ്മൾ ആരും കാണാതെ നമ്മൾ മാത്രം തനിച്ചാകുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്ത്, ആ മരണത്തെ ഓർത്ത്, മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ ഓർത്ത് കരയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു കരച്ചിലിന്റെ ഒരു തുള്ളി പോലും സമുദ്രം കണക്കെ വിശാലമായ നരകാഗ്നിയെ അണച്ചുകളയാൻ ഒരു തുള്ളിക്ക് സാധിക്കുമെന്നാണ്. ദുനിയാവിലെ പല നഷ്ടങ്ങൾക്കും നമ്മൾ കരയാറുണ്ട്, പല സങ്കടങ്ങളിലും നമ്മൾ കരയാറുണ്ട്, ചില വിഷമഘട്ടങ്ങളിലും നമ്മൾ കരയാറുണ്ട്.
അതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ സഹോദരിമാർ പല സ്ക്രീനുകൾക്ക് മുമ്പിൽ ഇരുന്നും പലപ്പോഴും കരയാറുണ്ട്. എന്നാൽ ഇവിടെ ഈ കരച്ചിലുകളൊന്നും നരകത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന കരച്ചിലുകളല്ല. എന്നാൽ നരകാഗ്നിയെ കെടുത്തിക്കളയുന്ന ഒരു വ്യക്തിയെ കാത്തുരക്ഷിക്കുന്ന കരച്ചിലിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലാ യലിജുന്നാർ, നരകം സ്പർശിക്കുകയേ ഇല്ല. ബകാ മിൻ ഖശിയത്തില്ല, അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാമ്പിനെ കാണുമ്പോൾ കുട്ടികൾ കരയുന്നു, പേടിച്ച് കരയുന്നു. അതൊരു കരച്ചിലാണ്, ഒരു പേടിയാണ്. എന്നാൽ അല്ലാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞ് ഹൃദയത്തിൽ തൊട്ടറിഞ്ഞ ഒരാൾ ഭയപ്പെടുന്ന ആ ഖശിയത്ത്, ആ ഭയപ്പാടിൽ ഒരാൾ കരയുന്നുവെങ്കിൽ അവന്റെ ദേഹം നരകം സ്പർശിക്കുകയില്ല എന്നാണ്. നമുക്കറിയില്ല, നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ പറ്റി നമുക്ക് ഹദീസുകളിൽ കാണാം. ലാ യുദില്ലുഹും അല്ലാഹു സുബ്ഹാനഹു സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു തആല യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ആ മഹ്ശറ വൻസഭയിൽ മനുഷ്യർ ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന മഹ്ശറയിൽ 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കപ്പെടുമെന്നാണ്. അതിൽ 7ൽ ഒരു വിഭാഗം ആരാണ്? റജുലുൻ ദക്കറല്ലാഹു ഖാലിയ, തനിച്ചിരുന്ന് ഒടിഞ്ഞിരുന്ന് അല്ലാഹുവിനെ ഓർത്ത് ഒരു മനുഷ്യൻ കരയുകയാണ്. അയാളുടെ കരച്ചിലുകൾക്ക് നാളെ പരലോകത്തെ അർശിന്റെ തണൽ ലഭിക്കാൻ മറ്റൊരു തണലുമില്ലാത്ത ആ മഹ്ശറയിൽ അർശിന്റെ തണൽ ലഭിക്കാൻ കാരണമാകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിനെ ഓർത്തു കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. അതാണ് ഏറ്റവും അഫ്ളലായ കരച്ചിൽ എന്ന് നമുക്ക് പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്ത് കരഞ്ഞു ഭയപ്പെട്ട് യഥാർത്ഥ വിശ്വാസികൾ അവർ നാളെ സ്വർഗത്തിൽ അവർ പരസ്പരം സംസാരിക്കുന്ന ഒരു സംസാരം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൂറിലെ 25 മുതൽ 28 വരെ നമുക്ക് വായിക്കാൻ സാധിക്കും. വഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ. സ്വർഗത്തിൽ വിശ്വാസികൾ അവർ അഭിമുഖമായിരുന്ന് പരസ്പരം അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാലു, അവര് പറയുന്നു, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലായിരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് പേടിച്ച് വിറച്ച് ധാരാളം കരഞ്ഞവരായിരുന്നു ഞങ്ങൾ. ഫമന്നല്ലാഹു അലൈനാ വബഖാനാ അദാബസ്സമൂം, അങ്ങനെ അല്ലാഹു ഞങ്ങൾക്ക് അനുഗ്രഹമേകിയിരിക്കുന്നു. വബഖാനാ അദാബസ്സമൂം, രോഗകൂപങ്ങളിൽ തുളച്ചു കയറുന്ന ആ ശിക്ഷയിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ രക്ഷിച്ചു. അതിന് പ്രത്യേക ഒരു കാരണമായി അവർ പറയുന്നത്, ദുനിയാവിൽ ഞങ്ങൾ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഈ കാര്യങ്ങളോർത്ത്, ബർസഖിനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞവരായിരുന്നു എന്നാണ് അവര് പറയുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഖബർ കാണുമ്പോൾ എല്ലാം അദ്ദേഹം കരഞ്ഞിരുന്നു എന്നാണ്. പ്രവാചകൻ ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ ഖബറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിക്കൊണ്ടുപോയ ആ രംഗത്തെ പറ്റി പ്രവാചകൻ പറഞ്ഞത്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഉ മിൻഹു. ഖബറിനേക്കാൾ ഭയാനകരമായ, ഖബർ ശിക്ഷയേക്കാൾ ഭീതിജനകമായ ഒരു ശിക്ഷയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഖബറിൽ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുമെന്നാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഖബർ കാണുമ്പോൾ ആ ചിന്ത കടന്നു വരാത്തത്? എന്തുകൊണ്ടാണ് നമ്മളെ കണ്ണു നിറയിക്കാത്തത്, കണ്ണു നനയിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഖബറിന്റെ അടുത്തുകൂടെ നടന്നുപോയ ഒരു സംഭവം ഹദീസുകളിൽ നമുക്ക് കാണാം. പ്രവാചകൻ ഒരു ശബ്ദം അവിടെ കേട്ടു, സഹാബികളിൽ ചിലരും കേട്ടു. എന്നാൽ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ. അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഖബറുകളിലുള്ളവർ അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൻപാപം ചെയ്തതിന്റെ പേരിലല്ല, എന്നാൽ അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബലാ കാന അഹദുഹുമാ ലാ യസ്തുറു മിനൽ ബൗൽ വൽ ആഖർ യംശി ബിൻ നമീമ. 2 കാര്യമാണ് പ്രവാചകൻ അവിടെ എടുത്തു പറഞ്ഞത്. അവർ ഖബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള 2 കാരണങ്ങൾ വ്യത്യസ്ത ഹദീസുകളിൽ, റിവായത്തുകളിൽ നമുക്ക് കാണാം. അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ, മലമൂത്ര വിസർജന മര്യാദകൾ ലംഘിച്ചതിന്റെ പേരിൽ, അതേപോലെ തന്നെ അതിൽ കൃത്യമായി മറ സ്വീകരിക്കാത്തതിന്റെ പേരിൽ, ഔറത്ത് വെളിവാക്കിയതിന്റെ പേരിൽ, കൃത്യമായി മലമൂത്ര വിസർജനം ചെയ്യാത്തതിന്റെ പേരിൽ കൂടുതൽ ആളുകളും ഖബറിൽ അതിന്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത് പറഞ്ഞത് നമീമത്തുമായി നടക്കുന്ന ഒരാൾ, അവരാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ്. ഇവിടെ ആ ഖബറിലെ നമ്മുടെ ശിക്ഷയെ ഓർത്ത്, ആ രക്ഷാശിക്ഷകളെ ഓർത്ത്, അതെന്താ
ഉണ്ടാകുമോ എന്നോർത്ത് നമുക്ക് കരയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ആ ഖബർ സിയാറത്ത് പറയുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഇതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ജീവിതത്തിൽ തനിച്ചിരുന്ന് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തു പോയ അബദ്ധങ്ങളെയും തിന്മകളെയും ഓർത്തുകൊണ്ട് അതിൽ നിന്ന് പശ്ചാത്തപിക്കാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങാനും അത് കരഞ്ഞു തൗബ ചെയ്യാനും അതേപോലെ നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന നിമിഷം മുതൽ നമ്മൾ പോകുന്ന ഖബർ ബർസഖിയായ ലോകം, അതേപോലെ തന്നെ ബർസഖിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ലോകം, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന മലക്ക് അലൈഹിസ്സലാം ഊതുമ്പോൾ നമ്മൾ ഒരു നാട്ടക്കുറ്റിയിലേക്ക് എന്ന പോലെ മനുഷ്യരൊന്നാകെ മഹ്ശറിലേക്ക്, മഹ്ശറ വൻസഭയിലേക്ക് മനുഷ്യർ ഒഴുകുകയാണ്. അവിടെ മനുഷ്യൻ ദീർഘമായ വിചാരണ കാത്ത്, മഹ്ശറിൽ ഹിസാബ് കാത്ത് മനുഷ്യൻ അങ്ങനെ നിൽക്കുകയാണ്. ചേലാകർമ്മം ചെയ്യാത്തവരായി, നഗ്നപാതരായി, നഗ്നരായി, ലാ മാല വലാ ബനൂൻ, മക്കളും സന്താനങ്ങളൊന്നുമില്ലാതെ ഓരോരുത്തരുടെയും കാര്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകം അവിടെ വരാനുണ്ട്. ഇത്തരം നമ്മുടെ പരലോകത്തെ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താകുമെന്നാലോചിച്ചുള്ള ആ കരച്ചിലുകൾ, ആ അടക്കം പറച്ചിലുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരം നിമിഷങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. സുബഹിന്റെ മുമ്പ് നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായി രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു. രാത്രിയുടെ അവസാനത്തെ അഫ്ളലായ സമയം സുബഹിക്ക് മുമ്പുള്ള സമയമാണ്. ആ സമയത്ത് ഒരു ചെറിയ എണ്ണം, ഒരു 3, ഒരു 5 റക്അത്തുകൾ നിർവഹിച്ച് ഒന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ഏകാഗിയായി ആ സമയത്ത് നടത്തുന്ന ദുആ, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലാ കുല്ലി ലൈലത്തിൻ ഇല സമാഇ ദുനിയ, അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം. എന്നോട് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവരുണ്ടോ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാം, ചോദിക്കുന്നവരുണ്ടോ അവന് ചോദിച്ചതു നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സമയത്തെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഓർത്തു കരയുന്ന, അല്ലാഹുവിനെ ഓർത്ത് ആ കരയുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക് പ്രത്യേകതയും ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ അന്നു തന്നെ അള്ളാഹുവിന്റെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം അത് 12 എണ്ണമാകുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്രമാണ്. അർബഅത്തുൻ ഹുറും. എന്നാൽ ആ 4 മാസം ഏതാണ് വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നില്ല. എന്നാൽ ഹദീസുകളിലേക്ക് നമ്മൾ വന്നാൽ സ്വഹീഹ് ബുഖാരി 3197-ാമത്തെ ഹദീസായിട്ട് നമുക്ക് കാണാം. അത് റസൂൽ പറഞ്ഞു, മിൻഹ അർബഅത്തുൻ ഹുറും സലാസത്തുൻ മുതവാലിയാത്തുൻ, 3 മാസം തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ വൽ മുഹറം വറജബ് മുളറല്ലദി ബൈന ജുമാദ വ ശഅബാൻ. അതേപോലെ തന്നെ മുളറുകാരുടെ ജുമാദയുടെയും ഷഅബാൻ എന്നിവക്കിടയിലുള്ള മുളർ ഗോത്രത്തിന്റെ റജബും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ റജബ് പവിത്രമായ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളിൽപ്പെട്ട മാസമാണ്, പവിത്രമായ മാസമാണ്. എന്നാൽ ഈ അശ്ഹുറുൽ ഹുറും എന്നതിന്റെ അപ്പുറത്ത് പ്രത്യേകമായി ആ മാസത്തിൽ ചെയ്യാൻ പ്രത്യേകമായ എന്തെങ്കിലും ഒരു ഫضല് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് എവിടെയും ഹദീസുകളിൽ പ്രത്യേകമായ ഒരു നോമ്പോ ഒരു നമസ്കാരമോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്.
ഈ മാസം ആദ്യം അറിയിച്ചവന് പുണ്യമുണ്ട്, നരകം നിഷിദ്ധമാണ്, ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ, അതിന് പ്രത്യേകമായ നോമ്പ് ഉണ്ട് എന്നൊക്കെ ധാരാളം ഇത്തരം തെറ്റായ ധാരണകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകമായ നോമ്പ്, നമസ്കാരം, ഉംറ, ഇങ്ങനെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ. എന്നാൽ ഇതിന്റെ പഴക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ പണ്ടു മുതലേ ഇത്തരം കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തബ്ഈനുൽ അജബ് ഫീ ഫദ്ലി ശഹ്രി റജബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം കൃത്യമായി ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീ ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. അതായത് തെളിവിനെടുക്കാൻ പറ്റിയ റജബ് മാസത്തിന്റെ അതിൽ പ്രത്യേകമായി നോമ്പിന്റെ വിഷയത്തിലോ അതേപോലെ തന്നെ പ്രത്യേക രാവിൽ നമസ്കരിക്കുന്ന വിഷയത്തിലോ തെളിവിന് കൊള്ളാവുന്ന ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ്. എന്നാൽ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് എന്ത് ചെയ്യാം, ഈ മാസത്തിൽ ചെയ്യാമെന്നതല്ലാതെ നമുക്ക് പ്രത്യേകമായി ഒരു ഇബാദത്ത് പറയണമെങ്കിൽ അത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ നമുക്കതിന് തെളിവ് വേണം. വിശുദ്ധ ഖുർആനിൽ നമുക്കതിന് തെളിവ് വേണം. ഒരു നോമ്പ്, ഒരു പ്രത്യേകമായ നമസ്കാരം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതാണ്, മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയിലില്ലാത്ത ഒരു കാര്യം മതത്തിൽ വല്ല ആളുകളും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. അതേപോലെ തന്നെ റജബുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വളരെയധികം പ്രചരിക്കുന്ന കാര്യമാണ് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട സംഭവം. ഇസ്രാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രവാചകൻ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകൻ രാത്രി നടത്തിയ അസ്രാ എന്ന് പറഞ്ഞാൽ രാത്രി യാത്ര ചെയ്യുന്നതിനാണ് പറയാം. അതാണ് ഇസ്രാ, രാത്രി പ്രയാണം നടത്തി പ്രവാചകൻ. അതേപോലെ തന്നെ അവിടെ നിന്ന് 7 ആകാശവും കടന്ന് പ്രവാചകൻ ആകാശാരോഹണം നടത്തി. അതാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വളരെയധികം പ്രചരിച്ച കാര്യമാണ് ഇസ്രാ മിഅ്റാജ് യാത്രയും 27 നോമ്പും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്രാ മിഅ്റാജ് യാത്ര പോയത് റജബ് മാസത്തിലാണ് എന്ന് പറയുന്ന ചില ചരിത്ര പരാമർശങ്ങളല്ലാതെ സ്ഥിരപ്പെട്ട ഒരു രേഖയും അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ പണ്ഡിതന്മാർ കൃത്യമായി ആ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഹദീസുകളെല്ലാം മൗദൂ ആയ, കെട്ടിയുണ്ടാക്കിയതായ ഹദീസുകളായി നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്, മൻ സ്വാമ യൗമ സാബിഅ വൽ 20 മിന റജബ് കുതിബ ലഹു സവാബ സിയാമി 60 ശഹ്റൻ. 60 മാസത്തെ നോമ്പനുഷ്ഠിച്ച പ്രതിഫലം. ഈ ഹദീസ് മൗലൂ ആണെന്ന് പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൽ പ്രവാചകൻ ഇറങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്താണ്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇന്ന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആ പൂർത്തീകരിച്ച ദീനിൽ ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, വെട്ടിച്ചുരുക്കാനില്ല. അവിടെ ഈ കാര്യങ്ങൾ ഉണ്ടോ എന്നതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുന്നത്. അപ്പോൾ റജബ് 27 അങ്ങനെ ഒരു പ്രത്യേകമായ നോമ്പ്, നമുക്ക് പ്രവാചകന്റെ മാതൃക വേണം. പക്ഷേ നമുക്കവിടെ മാതൃകകൾ കാണാൻ കഴിയുന്നില്ല. ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് 13 വർഷം പ്രവാചകൻ ജീവിച്ചു. എന്നാൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിൽ നോമ്പെടുത്തു മാതൃക കാണിച്ചു തന്നിട്ടില്ല. അതിനാൽ ഈ കാര്യം ബിദ്അത്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മൾ നിരന്തരം ജുമുഅ ഖുത്ബയിൽ നമ്മൾ കേൾക്കുന്ന വചനമാണ് കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ദലാലത്താണ്, എല്ലാ പുത്തൻ കാര്യങ്ങളും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ദലാലത്താണ്, എല്ലാ ദലാലത്തും നരകത്തിലാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക സമയവും ഒരു എണ്ണവും വലിപ്പവും നിശ്ചയിച്ച് ഒരു ഇബാദത്ത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുകയില്ല. മറിച്ച് അതിന് കൃത്യമായ മാതൃകകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയിലില്ലാത്ത ഒരു കാര്യം
വല്ലവനും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ റജബിന്റെ പുണ്യം നമ്മൾ അശ്ഹുറുൽ ഹുറുമിൽ എണ്ണുന്നു എന്നതിന്റെ അപ്പുറത്ത് അതിൽ പ്രത്യേകമായ ചില സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തെളിവുകൾ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പവിത്രമായ മാസങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അതിന്റെ അനാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മാറി നിൽക്കണം എന്നാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഖുർആനിനും സുന്നത്തിനും യോജിച്ച രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വസീയത്ത് ചെയ്തവർ അല്ലാഹു ഇനി എല്ലാവരുടെയും രോഗം പൂർണ്ണമായി ശിഫ നൽകി ആഫിയത്തോടെ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ അല്ലാഹു ഇനി അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.